നമസ്കാരം. ഓപ്പറേഷൻ തൂഫാൻ എന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിനിലൂടെ രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രി കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിലുണ്ണിയായി മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളുടെ. നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായി ലഹരി കഴിഞ്ഞ 10 വർഷം കൊണ്ട് മാറി എന്ന് തിരിച്ചറിഞ്ഞാണ് ജനങ്ങൾ പിണറായി ഭരണത്തെ തല്ലി ഓടിച്ചത്. ആ പിണറായി ഭരണത്തിൻ്റെ ഏറ്റവും ഭയപ്പെടുത്തുന്ന പ്രകടനമാണ് നാട്ടിൽ അങ്ങോളം ഇങ്ങോളം വ്യാപിച്ചിരിക്കുന്ന ലഹരി മാഫിയ. സംസ്ഥാനത്തിന് പുറത്തും വിദേശത്തുമൊക്കെ വേരുകളുള്ള, എന്ത് കടും കൈയും ചെയ്യാൻ മടിയില്ലാത്ത അന്താരാഷ്ട്ര ലഹരി മാഫിയക്കെതിരെ രമേശ് ചെന്നിത്തല നടത്തുന്ന യുദ്ധം ഏറ്റെടുത്തിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും കർണാടക മുഖ്യമന്ത്രിയുമൊക്കെ. പെരുമ്പാവൂർ എന്ന ഒരു ദേശത്ത് ചെന്നിത്തല നടത്തിയ ഇടപെടൽ മാത്രം മതി ചെന്നിത്തലയുടെ ഓപ്പറേഷൻ തൂഫാൻ എത്രമാത്രം ജനത്തെ സ്വാധീനിച്ചെന്നറിയാൻ. രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അതിഥി തൊഴിലാളികൾ അവരുടെ പ്രധാന കേന്ദ്രമാക്കി മാറ്റിയത് പെരുമ്പാവൂരിനെയാണ്. അവിടെ ഏതാണ്ട് 10 മുതൽ 200 വരെ ജോലിക്കാരുള്ള ഏതാണ്ട് 800ഓളം പ്ലൈവുഡ് ഫാക്ടറികളുണ്ട്. ഈ പ്ലൈവുഡ് ഫാക്ടറികളിൽ പണിയെടുക്കാൻ വേണ്ടി വരുന്ന ബംഗാളികളും ആസാമികളുമായ ആളുകൾ മാത്രമല്ല, ഇവിടെ വലിയൊരു അതിഥി തൊഴിലാളി കമ്മ്യൂണിറ്റി രൂപപ്പെട്ടതുകൊണ്ട് പെരുമ്പാവൂരിന് പുറത്ത് പണിയെടുക്കുന്നവരും ഇവിടെ ഒരു ആശ്രയ കേന്ദ്രമാക്കി മാറ്റുന്നു. വീക്കെൻഡുകളിൽ ഇവിടേക്ക് അതിഥി തൊഴിലാളികളുടെ ഒഴുക്കാണ്. അങ്ങനെ അതിഥി തൊഴിലാളികളുടെ കേന്ദ്രമായി മാറുകയാണ് പെരുമ്പാവൂർ. അതിൻ്റെ ഭാഗമായി അരാജകത്വവും ലഹരി വിൽപ്പനയും പെൺവാണിഭവും വരെ അവിടെ അരങ്ങുവാണു. തെരുവിൽ പരസ്യമായി ലഹരി കച്ചവടം വരെ പലരും ആരംഭിച്ചു. യഥാർത്ഥത്തിൽ ഈ അതിഥി തൊഴിലാളികൾ ഈ ലഹരി മാഫിയയുടെ ഏറ്റവും താഴത്തെ കണ്ണി മാത്രമാണ്. ഇവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പെരുമ്പാവൂരിനും പുറത്തുമൊക്കെയുള്ള അറിയപ്പെടുന്ന പല മലയാളി വ്യവസായികളുമാണ്. പെരുമ്പാവൂരിലെ ഒരു പൊതുപ്രവർത്തകൻ ഇതിനെതിരെ ഒറ്റയാൻ പോരാട്ടം നടത്തിയപ്പോൾ കണ്ടെത്തിയത് പെരുമ്പാവൂരിലെ ഒരു പ്രമുഖ വ്യവസായിക്ക് ആസാമിൽ കഞ്ചാവ് തോട്ടമുണ്ടെന്നാണ്. അത് വെളിപ്പെടുത്തിയതോടുകൂടി ആ പൊതുപ്രവർത്തകനെ നാട് വിട്ടു പോവേണ്ടി വന്നു. ഇത്തരത്തിൽ ആഴത്തിൽ വേരുറപ്പിച്ചിരിക്കുന്ന മാഫിയക്കെതിരെ രമേശ് ചെന്നിത്തല നടത്തുന്ന ആവേശപൂർവമായ വേട്ടയാടൽ രമേശ് ചെന്നിത്തലയുടെ സ്ഥാനം ചരിത്രത്തിൽ ഉയർത്തിപ്പിടിക്കും. ഓപ്പറേഷൻ തൂഫാനിലൂടെ നമ്മുടെ സംസ്ഥാനത്തെ തൂത്തുവൃത്തിയാക്കാൻ ഇറങ്ങിയിരിക്കുന്ന രമേശ് ചെന്നിത്തല മറ്റൊരു ഞെട്ടിക്കുന്ന നീക്കം കൂടി നടത്തിയതിൻ്റെ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. എന്തുകൊണ്ടോ വേണ്ടതുപോലെ കേരളം അത് ചർച്ച ചെയ്തില്ല എന്ന പരാതി എനിക്കുണ്ട്. നമുക്കൊക്കെ അറിയാം, നമ്മുടെ നാട്ടിലെ അഴിമതി തുടച്ചു നീക്കണമെങ്കിൽ അതിന് ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കേണ്ടത് വിജിലൻസ് ആണ്. എന്നാൽ പിണറായിയുടെ കാലത്ത് അഴിമതി അവരുടെ പ്രഖ്യാപിത മുദ്രാവാക്യമായിരുന്നതുകൊണ്ട് വിജിലൻസ് ഒരു രണ്ടാംകിട പദവിയായി തരം താഴ്ത്തപ്പെട്ടു. പിണറായി കോശാന പാടുന്ന DGPമാർക്ക് അധിക ചുമതലയായി വിജിലൻസ് കൊടുത്ത ഗതികെട്ട സാഹചര്യം കേരളത്തിൽ ആദ്യമായി ഉണ്ടായതാണ്. വാസ്തവത്തിൽ കേരള പോലീസിലെ ഏറ്റവും ഉയർന്ന 2 DGP തസ്തികകൾ ഭരണ ചുമതലയുള്ള DGPക്കും രണ്ടാമത്തേത് വിജിലൻസ് ഡയറക്ടർക്കുമാണ്. ഈ 2 പദവിയും ഒരാൾ വഹിക്കുന്ന തരത്തിലേക്ക് പിണറായി വിജിലൻസിനെ തരം താഴ്ത്തിയിരുന്നു. അവസാന സമയത്ത് മറ്റൊരു നിവൃത്തിയുമില്ലാതാണ് മനോജ് എബ്രാഹിം എന്ന കരിയറിൽ മികവ് കാട്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥനെ വിജിലൻസ് ഡയറക്ടറായി നിയോഗിക്കുന്നത്. യോഗേഷ് ഗുപ്ത എന്ന വിജിലൻസ് ഡയറക്ടർ പിണറായിക്ക് തലവേദനയാക്കിയപ്പോൾ മറ്റൊരു നിവൃത്തിയുമില്ലാതെ മാറ്റാൻ വേണ്ടിയായിരുന്നു മനോജ് എബ്രാഹിമിനെ മാറ്റി നിയമിച്ചത്. മനോജ് എബ്രാഹിം ആ പദവിയിൽ തന്നെ തുടരട്ടെന്ന് VD സതീശനും രമേശ് ചെന്നിത്തലയും തീരുമാനിച്ചതിന് കുറ്റം പറയാൻ കഴിയില്ല. നിലവിൽ പോലീസ് സർവീസിലുള്ള ഏറ്റവും മികവുറ്റ ഈ ഭരണാധികാരി വിജിലൻസിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്താൻ അവസരം കാത്തിരിക്കുകയായിരുന്നു. ആ അവസരത്തിന് വാതിൽ തുറന്നുകൊടുത്തു ആഭ്യന്തര വിജിലൻസ് മന്ത്രി രമേശ് ചെന്നിത്തല. വിജിലൻസിനെ കൂടുതൽ ഫലപ്രദമാക്കി മാറ്റാൻ, കൂടുതൽ ശക്തിയുള്ളതാക്കാൻ, NIA CBI മോഡലിലേക്ക് പരിവർത്തനം ചെയ്യാൻ രമേശ് ചെന്നിത്തല നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. നേരത്തെ തന്നെ ആ സ്വപ്നവുമായി നടന്ന വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രാഹിം അത് സംബന്ധിച്ച് ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കുകയും ആഭ്യന്തരമന്ത്രി ഇത് ഔദ്യോഗികമായി പുറത്തിറക്കുകയും ചെയ്തു. NIAയുടേതുപോലെ തന്നെ വിജിലൻസിന് ഇനി പ്രത്യേക യൂണിഫോം ഉണ്ടാവും. മാത്രമല്ല, എങ്ങനെയാണോ കഴിഞ്ഞ 10 വർഷക്കാലം വിജിലൻസ് ഇവിടെ പ്രവർത്തിച്ചത് അങ്ങനെ അല്ലാതാക്കാനും തീരുമാനമെടുത്തു. കഴിഞ്ഞ 10 വർഷക്കാലം വിജിലൻസ് ഫലപ്രദമായി ഒരു അഴിമതി വേട്ടയും നടത്തിയിട്ടില്ല. ഇടയ്ക്കിടെ വിജിലൻസ് റെയ്ഡുകളുടെ വാർത്ത പുറത്തു വരാറുണ്ടെങ്കിലും അവർക്കൊക്കെ എന്തു സംഭവിച്ചുവെന്ന് നമുക്കാർക്കും അറിയില്ല. അതുകൊണ്ടാണ് MG യൂണിവേഴ്സിറ്റിയിൽ ഒരു വനിത പിടിക്കപ്പെട്ടപ്പോൾ ഒന്നും ഭയപ്പെടേണ്ട, ഞാനിത് തിരിച്ചു വരുന്നു എന്ന് അവർ പരസ്യമായി അന്ന് പ്രഖ്യാപിച്ചത്. അഴിമതി നടത്തുന്നവർക്ക് ഉറപ്പായിരുന്നു അവരുടെ ഏമാന്മാർ എല്ലാം ശരിയാക്കി കൊടുക്കുമെന്ന്. അതുകൊണ്ട് തന്നെ അഴിമതിക്കാരായ സകല ഉദ്യോഗസ്ഥന്മാരും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. സർവീസിലിരുന്നു കൊണ്ട് കോടികൾ സമ്പാദിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നിസാര കുറ്റം ചുമത്തി കേസെടുത്തിട്ടും മുമ്പോട്ട് പോകാൻ കഴിയാതിരുന്നത് പിണറായിയുടെ അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് കൊണ്ടാണ്. അതിലൊക്കെ അഴിച്ചുപണിക്കൊരുങ്ങുകയാണ് രമേശ് ചെന്നിത്തല.
ഏറ്റവും ശ്രദ്ധേയമായ മാറ്റം, വ്യക്തിപരമായ അഴിമതിക്കൊരാൾ പിടിക്കപ്പെട്ടാൽ അതിൻ്റെ പ്രോസിക്യൂഷൻ അനുമതിക്ക് വേണ്ടി സർക്കാരിൻ്റെ വാതിൽ മുട്ടാൻ കാത്തിരിക്കേണ്ട, വിജിലൻസ് ഡയറക്ടർക്ക് സർക്കാരിൻ്റെ അനുമതിയില്ലാതെ നടത്താം എന്ന് പൊളിച്ചെഴുത്താണ്. 2002 ശേഷം വിജിലൻസ് മാനുവലിൽ വരുത്തിയ ഈ പരിഷ്കാരം അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ അതിനിർണായക ഘടകമായി മാറും. നിലവിലുള്ള നിയമമനുസരിച്ച് സർക്കാരിൻ്റെ പ്രത്യേക അനുമതിയോടെ മാത്രമേ ഒരു അഴിമതി കേസുമായി മുമ്പോട്ട് പോകാൻ വിജിലൻസിന് കഴിയൂ. അവർ റെയ്ഡ് നടത്തി പ്രതികളെ പിടികൂടുകയും തൊണ്ടിമുതൽ കണ്ടെടുക്കുകയും ചെയ്താലും കുറ്റപത്രം സമർപ്പിക്കണമെങ്കിൽ സർക്കാരിൻ്റെ അനുമതി വേണം. കശുവണ്ടി അഴിമതി നടത്തിയ INTC നേതാവ് R ചന്ദ്രശേഖരനും രതീഷ് എന്ന കശുവണ്ടി കോർപ്പറേഷൻ MDയും ഇപ്പോഴും അദ്ദേഹം 3 ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അധികാരത്തിൽ തുടരുകയാണ്. നടത്തിയ അഴിമതി ശിക്ഷിക്കപ്പെടാതെ പോയത്, CBI അഴിമതി പൂർണ്ണ തെളിവുകളോടെ കണ്ടെത്തിയിട്ടും അത് കോടതിയിലെത്താതെ പോയത് ഈ പ്രോസിക്യൂഷൻ അനുമതി വൈകിയതുകൊണ്ടാണ്. പുതിയ മാനുവൽ അനുസരിച്ച് വ്യക്തിപരമായ അഴിമതിക്ക് രാഷ്ട്രീയ അനുമതി ആവശ്യമില്ല. അതായത് ഒരു ഉദ്യോഗസ്ഥൻ അഴിമതി ചെയ്തതിൻ്റെ പേരിൽ പിടിക്കപ്പെട്ടാൽ അയാളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വിജിലൻസ് ഡയറക്ടർക്ക് അധികാരമുണ്ട്. ഇത് അഴിമതിക്കാരുടെ നെഞ്ചിടിപ്പ് കൂട്ടാൻ കാരണമാകും. അഴിമതി പലപ്പോഴും നടത്തുന്നത് ഇത് കൂട്ടുകൃഷി ആയതുകൊണ്ടും ആ കൂട്ടുകൃഷിയിൽ ഭാഗമായിരിക്കുന്ന രാഷ്ട്രീയക്കാർ രക്ഷിക്കും എന്നതുകൊണ്ടുമാണ്. സർക്കാരിൻ്റെ അനുമതി കിട്ടാത്തതുകൊണ്ട് അഴിമതിക്കാർ രക്ഷപ്പെട്ടു പോകുന്ന സാഹചര്യം രമേശ് ചെന്നിത്തല ഒഴിവാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അഴിമതിക്കാരെ ഉദ്യോഗസ്ഥരെ ജയിലിലടയ്ക്കാൻ ഇതിനേക്കാൾ മികച്ച അവസരം വേറെ ഇനി ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ അഴിമതി കേസ് രജിസ്റ്റർ ചെയ്താൽ 6 മാസത്തിനകം കുറ്റപത്രം കൊണ്ടുവരണം എന്ന പുതിയ നിയമം വരികയാണ്. ഇത് 1 വർഷം എന്നായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. 6 മാസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചാൽ വേഗതയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വിചാരണ നടത്തി പ്രതികളെ ശിക്ഷിക്കാൻ കഴിയും. ഇത്തരം പൊളിച്ചെഴുത്തുകൾ കേരളത്തെ അഴിമതിമുക്ത സംസ്ഥാനമാക്കാനുള്ള തുടക്കം കുറിക്കുകയാണ് എന്ന് നിസ്സംശയം പറയാം. ഒരു ഉദ്യോഗസ്ഥൻ അഴിമതി കേസിൽ പിടിക്കപ്പെട്ടാൽ അയാളുടെ സ്വത്ത് വിവരങ്ങൾ ശേഖരിക്കാനും അയാളുടെ ഭൂമി രജിസ്ട്രേഷൻ അടക്കമുള്ള വിവരങ്ങൾ ശേഖരിക്കാനും വിജിലൻസിന് കൂടുതൽ അധികാരവും ഈ മാനുവലിൽ കൈമാറിയിട്ടുണ്ട്. പൊതുജനങ്ങളുടെ പരാതി സ്വീകരിക്കാൻ ഇനി മുതൽ വിജിലൻസ് പുതിയ ആപ്പ് പുറത്തിറക്കും. എന്നുവെച്ചാൽ അഴിമതിക്ക് ഇരയാകുന്നവർക്ക് രഹസ്യമായി തന്നെ ഇനി അത് റിപ്പോർട്ട് ചെയ്യാനും നടപടി ഉറപ്പാക്കാനും സാഹചര്യമൊരുങ്ങുകയാണ്. ഇത്തരം പരിഷ്കാരങ്ങളിലൂടെ രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തര വിജിലൻസ് മന്ത്രി ജനഹൃദയങ്ങളിൽ കൂടുതൽ ഇടം പിടിക്കുമെന്ന് തീർച്ച. ഓപ്പറേഷൻ തൂഫാൻ്റെ തുടർച്ചയായി അഴിമതിയുടെ വേരറക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞാൽ കേരള ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടം നിസ്സാരമാവില്ല എന്ന് തീർച്ച. എന്നാൽ ഇവിടെയൊന്നും അവസാനിപ്പിക്കേണ്ടതല്ല രമേശ് ചെന്നിത്തലയുടെ പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം. നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം നടക്കുന്നത് സാമ്പത്തിക കുറ്റകൃത്യങ്ങളാണ്. മണി ചെയിൻ മോഡൽ കച്ചവടത്തിനിറങ്ങിയിരിക്കുകയാണ് അറിയപ്പെടുന്ന പല നന്മമരങ്ങളും. ഇപ്പോൾ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളും നിധി ബാങ്കുകളും സംസ്ഥാന സഹകരണ ബാങ്കുകൾ മാത്രമല്ല, ഇവിടുത്തെ ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനികളും മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളും നിധി കമ്പനികളും NBFCകളും ഒക്കെ ഇവിടെ തട്ടിപ്പ് നടത്തുന്നു. ഏറ്റവും അധികം സാമ്പത്തിക കുറ്റകൃത്യം ചെയ്യുന്നത് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളാണ്. കേന്ദ്ര നിയമത്തിൻ്റെ ചുവട് പിടിച്ച് കേരളത്തിൽ ഇത്തരം സ്ഥാപനങ്ങൾ തുടങ്ങി പേരിന് മാത്രം മറ്റൊരു സംസ്ഥാനത്തുകൂടി രജിസ്ട്രേഷൻ നടത്തി നിയമവിരുദ്ധമായി ജനങ്ങളിൽ നിന്നും കോടിക്കണക്കിന് രൂപ അധിക പലിശ കൊടുത്ത് നിക്ഷേപം പിരിക്കുകയാണ്. ഏജൻറ്റുമാരെ പല തട്ടിൽ വെച്ച് അവർക്കൊക്കെ 1-2% കമ്മീഷൻ കൊടുത്ത് ഇവർ പിരിച്ചെടുക്കുന്ന ഈ പണമൊക്കെ നാളെ വലിയ തട്ടിപ്പായി മാറുമെന്ന് തിരിച്ചറിയുക. കേരളത്തിൽ ഒരുമാതിരിപ്പെട്ട സകല ആളുകളും ഒന്നല്ലെങ്കിൽ മറ്റൊരു നിക്ഷേപ തട്ടിപ്പിന് ഇരയാണ് എന്നതാണ് വാസ്തവം. പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ മാത്രമാണ് ഇവിടെ വാർത്ത വരുന്നത്. പിടിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ ഇവർ ചെയ്യുന്ന നിയമവിരുദ്ധ പ്രവർത്തികൾക്ക് തടയിടാൻ വിജിലൻസിന് കഴിയണം. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല സാമ്പത്തിക കുറ്റകൃത്യങ്ങളും സാമ്പത്തിക തട്ടിപ്പുകളും മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങും മണി ചെയിൻ ബിസിനസ്സും അനധികൃത ചിട്ടിയുമൊക്കെ തടയാൻ പുതിയ നിയമനിർമ്മാണം നടത്തുകയും ചട്ടങ്ങൾ കൊണ്ടുവരികയും ചെയ്യാൻ മടിക്കരുത്. മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ അധികാരം കേന്ദ്രത്തിനാണ് എന്ന് പറഞ്ഞ് കൈയൊഴിയാതെ സംസ്ഥാനത്ത് നടക്കുന്ന സാമ്പത്തിക ഇടപാടുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ സംസ്ഥാനത്തിന് കഴിയുന്ന സാഹചര്യത്തിലേക്ക് നിയമനിർമ്മാണം നടത്തണം. നിയമനിർമ്മാണത്തിന് വിലക്കുണ്ടെങ്കിൽ കോടതിയിൽ പോയി ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യൻ്റെ പോക്കറ്റ് ചോരാതിരിക്കാൻ നടപടിയെടുക്കണം. അങ്ങനെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ആഭ്യന്തര വിജിലൻസ് മന്ത്രി എന്ന പേരെടുത്ത് ചരിത്രത്തിൽ ഇടം പിടിക്കുക തന്നെ വേണം രമേശ് ചെന്നിത്തല എന്ന നമ്മുടെ ആഭ്യന്തര മന്ത്രി.